അപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു, നൈൽ നദി, അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് സെക്കൻഡ് യൂണിറ്റ് ആണ്, യൂണിറ്റ് 2. യൂണിറ്റ് 2 എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ വിവിധങ്ങളായിട്ടുള്ള വംശങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡിഫറെന്റ് ഡൈനാസ്റ്റീസ് എന്ന് പറയാം നമുക്ക്. അതിനെക്കുറിച്ച് നമുക്കിനി പഠിച്ചു പോകാനുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ ഒരുപാട് വംശങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന്, ഓൾഡ് കിങ്ഡം, അത് കഴിഞ്ഞിട്ടൊരു ഇന്റർമീഡിയറ്റ് പീരീഡ്, പിന്നെ ഒരു മിഡിൽ കിങ്ഡം, അത് കഴിഞ്ഞിട്ടൊരു ലാസ്റ്റ് ഫേസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 4 സെക്ഷനായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു വംശത്തിന് തരംതിരിക്കാൻ പറ്റും. ഒരു 20ഓളം വംശങ്ങൾ ഭരിച്ചു പോകുന്നുണ്ട്, 20ഓളം രാജവംശങ്ങൾ ഭരിച്ചു പോകുന്നുണ്ട്. ഈ 20ഓളം രാജവംശങ്ങളെ നമ്മൾ 4 പീരീഡായിട്ട് തിരിച്ചുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന് ഒരു 20ഓളം വരുന്ന വംശങ്ങളെ 4 പീരീഡ് ആക്കിയിട്ട് തിരിക്കുന്നു, അതിനനുസരിച്ച് പഠിച്ചു പോകുന്നു. അപ്പോൾ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആണ്. പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 1500 BC നിന്ന് തുടങ്ങിയിട്ട് ഒരു 3100 3100 BC വരെയുള്ള കാലഘട്ടം, 5500 to 3100 BC വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മളൊരു നിയോലത്തിക് കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ഫറോമാരുടെ ഒരു മെയിൻ റൂളിലേക്ക് വരുന്നവരുള്ള ഒരു കാലഘട്ടമാണ് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയോലത്തിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കാലഘട്ടത്തിന്, ലോക ചരിത്രത്തിലെ വിവിധങ്ങളായ കാലഘട്ടത്തിനെ പാലിയോലത്തിക്, മീസോലത്തിക്, നിയോലിത്തിക് അങ്ങനെയൊക്കെ കുറെ ഇതായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊരു കാലഘട്ടം മാത്രമാണ് നിയോലിത്തിക് എന്ന് പറയുന്നത്, അതായത് സ്റ്റോൺ ഏജിന്റെ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്നെയാണ്, ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ തുടക്കം എന്ന് പറയുന്നതും അവിടെയൊക്കെ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1920 1920s ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഇങ്ങനൊരു പുരാതന കാലം നമുക്ക് ഉണ്ടായിരുന്നു, ഈജിപ്തിന് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിവ് ലഭിക്കുന്നത് 1920s കൂടിയിട്ടാണ്. ഇനി നമുക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൽ ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞു, ആ നാട്ടിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാലത്തും എന്താ പറയുക, ഒരു ഹാർവെസ്റ്റിംഗ് സീസൺ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ വിളവ് ചെയ്തെടുക്കും. അങ്ങനെ ഒരു സീസൺ വരും. അങ്ങനെ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ അവർ ശേഖരിച്ചു വെക്കും. അതിനായിട്ട് അവർക്കൊരു സ്റ്റോറേജ് ബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീസണിലും ഉണ്ടാകുന്ന വിളവുകൾ, ആ വിളയിനൊക്കെ അവർ ശേഖരിച്ചു വെച്ചിട്ട് ഒരു സ്റ്റോറേജ് ബിന്നിൽ ശേഖരിച്ചു വെക്കും. അങ്ങനെ ശേഖരിച്ച് വെച്ചുകൊണ്ട് പിന്നീടുള്ള കാലം ഉപയോഗിക്കുക എന്നൊരു രീതിയാണ് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൽ ഇവർ ഫോളോ ചെയ്തു പോയിരുന്നത്. അപ്പോൾ ഒരു സ്റ്റോറേജ് ബിൻ എന്നുള്ളത് 1920 ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെടുക്കുകയാണ്. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതിയെ കുറിച്ച്, എങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി, സൊസൈറ്റി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നതിന് തെളിവ് ലഭിക്കുകയാണ്. അപ്പൊ അതാണ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 5500 മുതൽക്കാണ് തുടങ്ങുന്നതെന്ന്. ഈ തുടക്കം മുതൽക്ക് 5500 മുതൽക്ക് 3100 BC വരെയുള്ള കാലഘട്ടത്തിന് 4ആയിട്ട് ഇനിയും തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്. പക്ഷെ ഏറ്റവും ആദ്യം വരുന്നത് ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആണ്. അപ്പൊ 4 കാലഘട്ടത്തിൽ ആദ്യം വരുന്നത് ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, അതിനുശേഷം ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്. അങ്ങനെ 4 കാലഘട്ടങ്ങളായിട്ടാണ് ഇവരുടെ ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്താണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റിപ്പോവരുത്. മൊത്തം ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ 4ആയിട്ട് തരംതിരിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞു പ്രീ ഡൈനാസ്റ്റിക്, ഓൾഡ്, ഇന്റർമീഡിയറ്റ്, മിഡിൽ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പ്രീ ഡൈനാസ്റ്റിക് പീരീഡിനെ മാത്രം 4ആയിട്ട് പിന്നെയും തരംതിരിച്ചിരിക്കുകയാണ്. ഏർലി പ്രീ ഡൈനാസ്റ്റിക്, ഓൾഡ്, മിഡിൽ പ്രീ ഡൈനാസ്റ്റിക്, ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക്, അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി ഇതിനെ തന്നെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പ്രോട്ടോ ഡൈനാസ്റ്റിക്, വെറും ഡൈനാസ്റ്റിക് എന്ന്, പ്രീ ഡൈനാസ്റ്റിക് എന്ന്, അങ്ങനെ ഓരോ ഹിസ്റ്റോറിയൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല രീതിയിലും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചതുമായിട്ടൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്, അത് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം. ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ 5500 BC മുതൽക്ക് 4000 BC വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഏതാണ്?
5500 BCE ടു 4000 BCE വരെയുള്ള കാലഘട്ടമാണ്. ഇതേ ഫേസിനെ തന്നെ ബദ്രിയൻ ഫേസ് എന്നും പറയും. എന്താണ് ബദ്രിയൻ ഫേസ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ഈജിപ്തിലെ എൽ ബദാരി എന്ന് പറഞ്ഞ റീജിയൻ അതാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ബദരിയൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റിന്റെ ഒരു തുടക്കമാണിത്. ഫസ്റ്റ് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് വരുന്നത് ഈ ഒരു ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പോട്ടറി മേക്കിംഗ് ഉണ്ടായിരുന്നു. ഒരു റെഡ് വയർ പോട്ടറി, അതായത് ചുവന്ന നിറം കൊണ്ട് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു പോട്ടറിയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. മഡ് ബ്രിക്കിന്റെ ടോംബൊക്കെ, അത് ശവകുടീരങ്ങളൊക്കെ മഡ് ബ്രിക്ക് കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവര് ഈ എന്താ പറയുക ഡെഡ് ബോഡീസ്, മരിച്ച ആൾക്കാരുടെ ആ ഒരു ബോഡി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽസിന്റെ സ്കിന്നാണ് ഉപയോഗിച്ചത്. അതായത് ആനിമൽസിന്റെ, മൃഗങ്ങളുടെ തൊലിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇവർ ഡെഡ് ബോഡീസ് എല്ലാം മറവ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ ഒരു കാലഘട്ടത്തിന് ഉണ്ട്. ഇനി അടുത്ത സ്റ്റേജാണ്, സെക്കൻഡ് സ്റ്റേജാണ് ഇതിലെ ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ഇത് എവിടെ മുതൽക്കാണ് തുടങ്ങുന്നത്? 4000 BCE മുതൽക്ക് 3500 BCE വരെയുള്ള കാലഘട്ടമാണ് ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് 3500 BCE വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഈ ഒരു ഫേസിനെ പറയുന്ന വേറൊരു പേരാണ് നെക്കാദ ഒന്നാമൻ പീരീഡ് എന്ന് പറയും. നെക്കാദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. എന്താണ് നെക്കാദ ഫസ്റ്റ് സ്റ്റേജ് എന്നും പറയും. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്ടാങ്കുലർ രീതിയിലുള്ള വീടുകളാണ് അവർ പണിതുകൊണ്ടിരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിംഗ് സ്ട്രാറ്റജി, ഒരു ജീവിക്കാനുള്ള ബിൽഡിങ്സ് ഒക്കെ എന്തായി മാറ്റം വന്നു തുടങ്ങി. സെമിത്തേരീസിനെ കുറിച്ചുള്ള റെക്കോർഡ്സ് ഒക്കെ, റിട്ടേൺ റെക്കോർഡ്സും അതുപോലെ തന്നെ ആർട്ടിഫാക്ട്സ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത ക്ലേ പോട്ടറി ഇവർ ഉപയോഗിച്ചിരുന്നു. ടെറാക്കോട്ട കൊണ്ട് ഉപയോഗിക്കുന്ന ഫിഗറീൻസും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറെ എവിഡൻസസ് ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏർലി പ്രീ ഡൈനാസ്റ്റിക്കും പറഞ്ഞു, ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക്കും പറഞ്ഞു. ഇനി അടുത്തതാണ് ഇത് മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഏതാണ് ഈ മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന്റെ കാലഘട്ടം? 3500 ടു 3200, 3500 BCE ടു 3200 BCE വരെയുള്ള കാലഘട്ടമാണ് മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിനെ നെക്കാദ 2 ഫേസ് എന്നും പറയുന്നു. എന്താണ് നെക്കാദ 2 ഫേസ്? ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നെക്കാദ ഫസ്റ്റ് ഫേസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് നമ്മൾ പറയുന്നത് നെക്കാദ 2 ഫേസ് എന്നാണ്. ഈ കാലഘട്ടത്തില് ദൈവങ്ങളുടെ സിംബൽസ്, ആനിമൽസിന്റെ സിംബൽസ് യൂസ് ചെയ്തുകൊണ്ട് പലതും അവര് സിംബൽസ് യൂസ് ചെയ്തിരുന്നു. പലതും അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ റെക്കോർഡ്സിലൊക്കെ സിംബൽസ് യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിലും പോട്ടറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പോട്ടറീസിന്റെ മീതേന്നൊക്കെ ബേർഡ്സിന്റെ, ആനിമൽസിന്റെ, വിവിധങ്ങളായിട്ടുള്ള ദൈവങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ ഡെപിക്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് മുമ്പുണ്ടാകുന്ന രണ്ട് കാലഘട്ടത്തിലും, അതായത് ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആയിക്കോട്ടെ, ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആയിക്കോട്ടെ, ഈ രണ്ട് കാലഘട്ടത്തിലും ഇത്തരത്തിൽ പോട്ടറിയുടെ മീതെ ദൈവങ്ങളെയോ ആനിമൽസിനെയോ ഒന്നും കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഈ കാലഘട്ടമായപ്പോഴേക്കും, അതായത് മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആയപ്പോഴേക്കും പോട്ടറീസ് എന്തായി? ദൈവങ്ങളുടെയും ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ ചിത്രങ്ങൾ കൊത്തിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം വന്നു തുടങ്ങി. അതാണ് മിഡിൽ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന്റെ ഒരു പ്രത്യേകത, ഒരു ഫീച്ചർ, മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഏതാണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്? ഇതെന്ന് പറഞ്ഞാൽ 3200 BCE ടു 3100 BCE, 3100 BCE. ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് പ്രീ ഡൈനാസ്റ്റിക് ഏജ് അവസാനിക്കുകയാണ്, 3100 BCയോട് കൂടിയിട്ട്. അപ്പൊ ഈ ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡില് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ ഒരു സാധാരണമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തു വന്നു, ഒരു കോമൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളത് ഇവരുടെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. ഈ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡിനെ തന്നെ പ്രോട്ടോ ഡൈനാസ്റ്റിക് എന്നും പറയുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ തന്നെ പ്രോട്ടോ ഡൈനാസ്റ്റിക് പീരീഡ് ആണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയതാണ്
പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ആദ്യത്തെ ഡിവിഷൻ ആണ് പറയുന്നത് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്. പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൽ 4ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഇതിൽ മൊത്തത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലേ പോട്രി ഉണ്ടായിരുന്നു, സാധാ പോട്രി ഉണ്ടായിരുന്നു, പോട്രി വിത്ത് ഫിഗറൈൻസ്, ഗോഡ്സിന്റെ ആയിക്കോട്ടെ ആനിമൽസിന്റെ ആയിക്കോട്ടെ, അങ്ങനെ വേരിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുള്ള പോട്രി ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. റെക്ടാങ്കുലർ മെയ്ഡ് ഹൗസസ് ഉണ്ട്. അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ. കോമൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ലാംഗ്വേജ് ഇവർ ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെയാണ് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ അടുത്തൊരു സ്റ്റേജ് ആണ് ദ ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഓൾഡ് കിങ്ഡം. ഓൾഡ് കിങ്ഡത്തിനെയാണ് നമ്മൾ എന്താ പറയാ, ഈ ഒരു സിവിലൈസേഷന്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു എന്ന് പറയാം. പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൽ നിന്ന് വിട്ടിട്ട് ഓൾഡ് കിങ്ഡത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരു മാറ്റം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും നൈൽ നദിയുടെ തീരത്ത് ഒരു നാഗരികത, ഒരു സിവിലൈസേഷൻ ഫോം ചെയ്തു വന്നത്. ഏത് സമയത്താണ്? ഓൾഡ് കിങ്ഡത്തിന്റെ സമയത്താണ് ഒരു നാഗരികത നൈൽ നദിയുടെ തീരത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ഓൾഡ് കിങ്ഡത്തിന്റെ കാലഘട്ടത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടത്? ഏജ് ഓഫ് പിരമിഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഏജ് ഓഫ് പിരമിഡ്സ്, പിരമിഡുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒന്ന് പിരമിഡുകളാണ്. ഈജിപ്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും അവിടെ പിരമിഡുകൾ ഉണ്ടെന്നും, പിരമിഡിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് എന്താ പറയുക, പിരമിഡ്, മമ്മി, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനൊരു ഇതെല്ലാവർക്കും ഉണ്ട്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ മമ്മികളുണ്ട്, അവിടെ ഫറവമാരുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പിരമിഡ് ഉണ്ട്, അവർ ശവകുടീരമായിട്ട് പിരമിഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു പിരമിഡുകളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഓൾഡ് കിങ്ഡത്തിൽ നിന്നാണ്. അപ്പൊ ഓൾഡ് കിങ്ഡത്തിന് എന്താണ് പറയുന്നത്? ഏജ് ഓഫ് പിരമിഡ്സ്, പിരമിഡുകളുടെ കാലഘട്ടം. അതിനോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ് ഏജ് ഓഫ് ദി പിരമിഡ് ബിൽഡേഴ്സ്, പിരമിഡ് ഉണ്ടാക്കിയ ആളുകളുടെ ഒരു കാലഘട്ടം എന്ന് കൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത്, ഈ ഓൾഡ് കിങ്ഡത്തിന്റെ സമയത്താണ് ഗിസ പിരമിഡ്, ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഗിസ പിരമിഡിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓൾഡ് കിങ്ഡം ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന രീതിയിൽ, അവിടുത്തെ കൾച്ചറിനെ സംബന്ധിക്കുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഈ ഓൾഡ് കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആണ് കുഫു എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ട്. ഈ ഗിസ പിരമിഡിന്റെ ഒക്കെ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളറാണ് കുഫു റൂളർ. കാഫർ, മെൻകോർ തുടങ്ങിയ റൂളേഴ്സ് ഒക്കെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, ഈ സിവിലൈസേഷനിൽ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഒരു 20ഓളം രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫറവയാണ് അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത്, ഫറവ എന്നാണ് അറിയപ്പെടുന്നത്. 20ഓളം ഫറവകളുടെ ഭരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 20ഓളം ഫറവകളില് 4 പ്രധാനപ്പെട്ട ഫറവ ഭരണം നടന്നിട്ടുള്ളത് ഈ ഓൾഡ് കിങ്ഡത്തിലാണ്. 3rd ഡൈനാസ്റ്റി മുതൽക്ക് ഒരു 7th ഡൈനാസ്റ്റി വരെയുള്ള ഭരണങ്ങൾ ഈ ഓൾഡ് കിങ്ഡത്തിന്റെ കീഴിലാണ് വരുന്നത്. 3rd ഡൈനാസ്റ്റി 3rd to 7th വരെയുള്ള കാലഘട്ടം, 7th വംശങ്ങൾ, 3 മുതൽ 7 വരെയുള്ള രാജവംശങ്ങളാണ് ഈ ഓൾഡ് കിങ്ഡത്തിന്റെ കീഴിൽ വരുന്നത്. ഇനി ഇതിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ്, മോസ്റ്റ് പവർഫുൾ റൂളേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് സ്നെഫേരുവിനും കുഫുവിനും തന്നെയാണ്. കുഫുവിന് നേരത്തെയും പറഞ്ഞു. അതിനോടൊപ്പം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട റൂളറാണ്, സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ പവർഫുൾ റൂളർ ആയിരുന്നു സ്നെഫേരു, പിന്നെ കുഫു. ഇവരുടെ ഭരണം മോണുമെന്റൽ, ആർക്കിടെക്ചർ, ഈ മേഖലകളൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള 2 ആളുകളായിരുന്നു സ്നെഫേരും കുഫും. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് മെനത്തോ എന്ന് പറയുന്നത്. മെനത്തോ അതായത് 3rd സെഞ്ചുറി BCയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മെനത്തോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ഹിസ്റ്റോറിയൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ വംശാവലി കൃത്യമായിട്ട് ഇദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ വംശാവലി വളരെ കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. 3-ാം നൂറ്റാണ്ട് BCയിൽ മെനത്തോ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ വർക്കാണ് ഏഗിപ്റ്റിയാക്ക എന്ന് പറയുന്നത്. AEGYPTIACA, ഏജിപ്റ്റിക്ക എന്ന് പറയുന്ന ഒരു വർക്ക്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അത്. അപ്പൊ മെനത്തോ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയനെ നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൾഡ് കിങ്ഡത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ ആരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്? കുഫു എന്ന് പറഞ്ഞ റൂളറിനെ കുറിച്ച് പറഞ്ഞു, സ്നെഫേരു എന്ന് പറയുന്ന റൂളറിനെ കുറിച്ചും
നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള ഒരുപാട് റൂളേഴ്സിന്റെ പേരുകൾ നമുക്ക് അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരുപാട് റൂളേഴ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രേഡ്, വാണിജ്യം ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ വാണിജ്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാണിജ്യമായിക്കോട്ടെ, റിലീജിയസ് ഐഡിയാസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് എന്താ പറയുക വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ട്രേഡൊക്കെ ഇന്റേണൽ ട്രേഡും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡിനെയും വ്യാപിപ്പിക്കാൻ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്തെ എന്താ പറയുക ക്യാപിറ്റലായിട്ട്, റോയൽ ക്യാപിറ്റലായിട്ട് പറയുന്ന സ്ഥലമാണ് മെംഫിസ്. മെംഫിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സെന്റർ ആണ്. അവരുടെ റോയൽ ക്യാപിറ്റൽ ആണ് മെംഫിസ് എന്ന് പറയുന്നത്. അവരുടെ എല്ലാവിധ വർക്കുകളുടെയും കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മെംഫിസ് ആയിരുന്നു. ദ ഇമ്പോർട്ടൻറ്റ് റോയൽ ക്യാപിറ്റൽ ആണ്, ഓൾഡ് കിങ്ഡത്തിന്റെ ഇമ്പോർട്ടൻറ്റ് റോയൽ ക്യാപിറ്റൽ ആണ് മെംഫിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഓൾഡ് കിങ്ഡത്തിന്റെ കാലം മുതൽക്ക് തന്നെ അവരുടെ ഉള്ളിൽ ഫറവോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഗോഡ് എന്നുള്ള ഒരു അർത്ഥം വന്നിട്ടുണ്ട്. ദൈവത്തിന് തുല്യമായിട്ട് തന്നെയാണ് അവർ രാജാവിനെ അല്ലെങ്കിൽ ഫറവോനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് മുതൽക്കേ. കിങ് ഇസ് ഈക്വൽ ടു ഗോഡ് എന്ന് പറയുന്ന ഒരു രീതി അത് ഇവരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ തന്നെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കലപ്പ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് കലപ്പ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ സിവിലൈസേഷൻ അതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇവർ ഉപയോഗിച്ചതിന് ശേഷമാണ് തെളിവുകളൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരാണ് ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. അതിന് ശേഷമാണ് ആ കാലഘട്ടത്തിൽ തന്നെയുള്ള മറ്റ് നാഗരികതകളും ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഓൾഡ് കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട ഒരു റൂളറാണ് ജോസർ എന്ന് പറയുന്നത്. DJOSER, ജോസർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റൂളറാണ്. ഫസ്റ്റ് റൂളറാന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ജോസർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വംശം മൂന്നാമത്തെ രാജവംശം, 3rd ഡൈനാസ്റ്റി മുതൽക്കാണ് ഇദ്ദേഹം ഭരിച്ചു തുടങ്ങുന്നത്. മൂന്നാമത്തെ വംശത്തിന്റെ രാജാവാണ് ജോസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 2691 മുതൽക്ക് 2625 വരെയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത്. നമ്മൾ ഓൾഡ് കിങ്ഡത്തിന്റെ കാലഘട്ടം പറഞ്ഞില്ല. ഓൾഡ് കിങ്ഡത്തിന്റെ ഭരണ കാലഘട്ടം 2575 BC മുതൽക്ക് 2150 2150 BC വരെ, 2575 BC to 2150 BC ആണ് ഓൾഡ് കിങ്ഡത്തിന്റെ കാലഘട്ടം. അതിൽ തന്നെ ഒരു റൂളറാണ് ജോസർ എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പീരീഡ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് പിരമിഡ്, ഈ പിരമിഡുകൾ തന്നെ പല വേർഷൻ ഉണ്ട്. ഏറ്റവും ഉയരം കൂടിയത്, അങ്ങനെ പല പല വേർഷൻസ് വരുന്നുണ്ട്. അതിൽ സ്റ്റെപ്പ് പിരമിഡ് എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് പിരമിഡ് മെംഫിസിൽ പണിത ഒരു റൂളർ എന്ന് പറയുന്നത് ജോസറാണ്. അപ്പൊ ആരാണ് സ്റ്റെപ്പ് പിരമിഡിന്റെ ആള്? ജോസറാണ്. അതുള്ള സ്ഥലം മെംഫിസ് ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റെപ്പ് പിരമിഡ് പണിത ആളെന്നുള്ളത് കൊണ്ട് തന്നെ ജോസർ ഒരു ഇമ്പോർട്ടൻറ്റ് റൂളറായിട്ട് വരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഓൾഡ് കിങ്ഡത്തില് ജോസറിന്റെ കാലഘട്ടത്തിൽ ഈ ഡൈനാസ്റ്റീസിന് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നോംസ് എന്നാണ് പറഞ്ഞിരുന്നത്. സ്റ്റേറ്റ്സിനെ പറയുന്ന പേരെന്താണ്? നോംസ്. സ്റ്റേറ്റ് വാസ് നോൺ ആസ് നോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ജോസറിന്റെ കാലത്ത് ഒരുപാട് ആർക്കിടെക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതിനെ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാന ആർക്കിടെക്റ്റ് ആണ് ഇംഫോടെപ്പ് എന്ന് പറയുന്നത്. IMHOTEP, ഇംഫോടെപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ്. ജോസേഴ്സിന്റെ പല ആർക്കിടെക്ചറൽ ബിൽഡിങ്സും പണിയാൻ സഹായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പണിതിട്ടുള്ളത്, അതിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇനി ഇതിലെ മറ്റൊരു 3rd ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് റൂളറാണ് ജോസർ എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ മറ്റൊരു ഡൈനാസ്റ്റിയാണ് 4th ഡൈനാസ്റ്റി. തൊട്ടടുത്ത ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് റൂളറാണ് സ്നെഫേരു എന്ന് പറയുന്നത്. സ്നെഫേരു ഒരു ഇമ്പോർട്ടൻ്റ് കിങ് ആണ്, മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം അടങ്ങുന്ന വംശം 4ാമത്തെ വംശമാണ്. ഓൾഡ് കിങ്ഡത്തിലെ 4ാമത്തെ വംശത്തിലാണ് സ്നെഫേരു അടങ്ങുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഒരുപാട് പിരമിഡ്സ്, ഒന്നിൽ കൂടുതൽ പിരമിഡ്സ് ഇദ്ദേഹം തന്നെ പണിതതായിട്ടുള്ള അറിവൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്നെഫേരുവിന്റെ കാലഘട്ടത്തിന് ഗോൾഡൻ ഏജ് ഓഫ് ഓൾഡ് കിങ്ഡം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓൾഡ് കിങ്ഡത്തിലെ ഗോൾഡൻ ഏജ് ആണ് സ്നെഫേരുവിന്റെ റൂളിംഗ് പീരീഡ്, 4th ഡൈനാസ്റ്റിയുടെ പീരീഡ്. റൂളിംഗ് പീരീഡ് ഓഫ് സ്നെഫേരു എന്താണ്? ഗോൾഡൻ ഏജ് ഓഫ് ഓൾഡ് കിങ്ഡം. ഓൾഡ് കിങ്ഡത്തിലെ തന്നെ ഗോൾഡൻ ഏജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ബെൻഡ് പിരമിഡ്, റെഡ് പിരമിഡ്, അങ്ങനെ കുറെ പിരമിഡുകൾ പണിയുന്നുണ്ട്. അതിനുശേഷം വന്ന ഈ അദ്ദേഹത്തിന്റെ സ്നെഫേരുവിന്റെ മകനാണ് കുഫു എന്ന് പറയുന്ന റൂളർ. കുഫുവിന്റെ കാലഘട്ടത്തിലാണ്
ഗിസ പിരമിഡ്, ദ പിരമിഡ് ഓഫ് ഗിസ, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ പണിയുന്നത് ഈ കുഫുവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ സ്നെഫേറുവിന്റെ കാലഘട്ടത്തിൽ ബെൻ പിരമിഡും റെഡ് പിരമിഡും ഒക്കെ പണിയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനായ കുഫുവിന്റെ കാലത്തിൽ ഗിസ പിരമിഡ്, ലോക പ്രശസ്തമായിട്ടുള്ള ഗിസ പിരമിഡ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പണിയുന്നത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾഡ് കിങ്ഡത്തിലെ പല റൂളേഴ്സും ഭരിച്ചു പോകുന്നുണ്ട്. ഇനി ഈ ഗിസ പിരമിഡ് എന്തുകൊണ്ട് 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ്, ലോകത്തിലെ തന്നെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഗിസ പിരമിഡ്, നമ്മൾ ഗ്രേറ്റ് പിരമിഡിനെ അറിയപ്പെടുന്നത്. അതിന്റെ സ്ട്രക്ചർ തന്നെയാണ്, അത്രയും വലിയ ഒരു പിരമിഡ്, അന്നത്തെ കാലത്ത് അത്രയും വലിയൊരു ആർക്കിടെക്ചർ രീതി, സ്ട്രക്ചറിന്റെ രീതി എങ്ങനെ അവൈലബിൾ ആയി എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് അതിന് 7 വണ്ടേഴ്സിലേക്കൊക്കെ എത്തിക്കുന്നത്. അത് നമ്മുടെ വേറൊരു വിഷയത്തിന്റെ ഭാഗമാണെങ്കിലും ഗിസ പിരമിഡ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് പണിയുന്നത് എപ്പോഴാണ്? 2589 മുതൽക്ക് 2566 BCE കാലഘട്ടം, അതായത് 3rd സെഞ്ചുറി, അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു BCE കാലഘട്ടത്തിൽ പണിത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ് ഓൾഡ് കിങ്ഡത്തിന്റെ കീഴിൽ വരുന്ന ഗിസ പിരമിഡ്. അതാരാണ് പണിതത്? ഖുഫു ആണ് പണിയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓൾഡ് കിങ്ഡത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടം ഞാൻ പറഞ്ഞൊരു 3rd ഡൈനാസ്റ്റി മുതൽക്ക് 6th ഡൈനാസ്റ്റി വരെയൊക്കെ വരുന്നുണ്ട്. ചില എന്താ പറയുക ഹിസ്റ്റോറിയൻസ്, ചില ചരിത്രകാരന്മാർ പറയുന്നു 7ാമത്തെ രാജവംശം ഈ ഓൾഡ് കിങ്ഡത്തിൽ തന്നെയാണ് വരുന്നത് എന്ന്. പക്ഷെ അതൊരു തർക്ക വിഷയമാണ്. എന്നിരുന്നാലും അപ്രോക്സിമേറ്റ്ലി 6th to 7th ഡൈനാസ്റ്റി വരെ ഈ ഓൾഡ് കിങ്ഡത്തിന്റെ കീഴിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഓൾഡ് കിങ്ഡത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഒരു 2150 BCയിലൊക്കെ, 2150 BC ഒക്കെ ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫാമിൻ, ഒരു എന്താ പറയാ, ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥ. നൈൽ നദിയുടെ കുറച്ച് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു സീസണൽ കലണ്ടറിൽ നിന്ന് പെട്ടെന്ന് നൈൽ നദി വ്യതിചലിക്കുന്നു, മഴ പെയ്യുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? പെട്ടെന്നൊരു ഭക്ഷണമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു ക്ഷാമം എന്ന് പറയുന്നൊരവസ്ഥ അവിടെ വന്നപ്പോൾ അതൊരു ബ്രേക്കായി. ഒരു ഓൾഡ് കിങ്ഡത്തിന് ഫറവോ രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക, അവരെ കീർത്തി, അവർ അത്രയും നല്ല എസ്റ്റാബ്ലിഷ് ആയി വരുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്കായി ആണതിൽ. ഈ ഒരു കാലഘട്ടത്തിനെ ദ ഇന്റർമീഡിയറ്റ് പീരീഡ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഓൾഡ് കിങ്ഡം 2150 BCE കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഒരു ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ ഒരു ബ്രേക്കിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് പീരീഡ്, ദ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് പീരീഡ് എന്ന് വിളിക്കുന്നു. ഇതേ കാലഘട്ടത്തിനെ തന്നെയാണ് ഡാർക്ക് പീരീഡ് എന്നും ഹിസ്റ്റോറിയൻസ് വിളിച്ചിട്ടുള്ളത്. ഈ ഇന്റർമീഡിയറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് പീരീഡ് ആണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന വലിയ വലിയ ഉയർച്ചകളോ അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഒക്കെ, ഒരുപാട് ആർക്കിടെക്ചർ മേന്മകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഓൾഡ് കിങ്ഡം എന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ, കംപ്ലീറ്റ് ആയിട്ട് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടാണ് അതിനെ ഡാർക്ക് പീരീഡ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 2181 മുതൽക്ക് 2055 BCE വരെ, 2055 BCE വരെയുള്ള ഒരു കാലഘട്ടം, വളരെ ചെറിയൊരു പീരീഡാണ്. അതിന് ഇന്റർമീഡിയറ്റ് പീരീഡ് എന്ന് വിളിക്കുന്നു. അതിനെ തന്നെ എന്താണ് വിളിക്കുന്നത്? ഡാർക്ക് ഏജ് അല്ലെങ്കിൽ ഡാർക്ക് പീരീഡ് എന്നും ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 8th to 11 ഡൈനാസ്റ്റീസ് ഭരിച്ചു പോകുന്നുണ്ട് അവിടെ. ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ആരും ഭരിക്കാതെ കിടക്കാന്നല്ല അതിൻ്റെ അർത്ഥം. ഭരണം കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്, പക്ഷെ അത് പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്തുന്നില്ല, അത്രയേ ഉള്ളൂ സംഭവം. ഇപ്പൊ 7th to ഒരു 11th സെഞ്ചുറി വരെയുള്ള കാലഘട്ടം ഈ ഇന്റർമീഡിയറ്റ് പീരീഡിൽ ഭരിച്ച് പോകുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് പീരീഡിന് ശേഷം അതിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ് മിഡിൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് പീരീഡിൽ ഒരു 11ഓളം ഡൈനാസ്റ്റീസ് അങ്ങനെ ഭരിച്ചു പോയി എന്ന് പറഞ്ഞു. 12 to 14 വംശങ്ങളാണ് ഈ മിഡിൽ കിങ്ഡത്തിൽ വരുന്നത്. 2030 to 1650 BCE കാലഘട്ടത്തിലാണ് ഈ ഒരു കിങ്ഡം നിലനിൽക്കുന്നത്. 2030 BCE to 1650 BCE കാലഘട്ടത്തിൽ. ഈ മിഡിൽ കിങ്ഡത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെ ക്ലാസിക്കൽ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ക്ലാസിക്കൽ ഏജ് ആണ് മിഡിൽ കിങ്ഡം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഒരു ഗോൾഡൻ ഏജ് പറഞ്ഞിരുന്നു, അത് കുഫുവിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള ഒരു പീരീഡിനെയാണ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞത്. അതും ഇതായിട്ട് മാറിപ്പോയത്. ഇത് മിഡിൽ കിങ്ഡത്തിനെ ക്ലാസിക്കൽ ഏജ് എന്നാണ് പറയുന്നത്. സിവിലൈസേഷനിലെ ക്ലാസിക്കൽ ഏജ് ആണ്. 12 മുതൽ 14 വരെയുള്ള രാജവംശങ്ങളാണ് ഇവിടെ ഈ ഒരു ഇതിൽ ഭരിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഫാമിനും, നമ്മൾ പറഞ്ഞു ഓൾഡ് കിങ്ഡത്തിന് ശേഷം ഒരു ഫാമിൻ ഉണ്ടായി, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മിഡിൽ കിങ്ഡം ഒരു ഇന്റർമീഡിയറ്റ് ഫേസിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് ഒരു ക്ലാസിക്കൽ ഏജ് എന്ന് പറയാൻ കാരണം? എല്ലാ മേഖലകളിലും, എഗ്രികൾച്ചർ ആയിക്കോട്ടെ, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രോഗ്രസ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിന് നമ്മൾ
ക്ലാസിക്കൽ ഏജ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണമാകുന്നത്. ഇനി ഈ ഒരു ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് മെൻഡുഹോട്ടപ്പ് സെക്കൻഡ് രണ്ടാമന്റെ കാലഘട്ടം മുതൽക്കാണ്. മെൻഡുഹോട്ടപ്പ് രണ്ടാമന്റെ കാലഘട്ടം മുതൽക്കാണ് ഈ ഒരു വംശം തുടങ്ങുന്നത്. ഇനി ഈ ഒരു വംശത്തിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു സെക്കൻഡ് റൂൾ ഡൈനാസ്റ്റി 12ാമത്തെ ഡൈനാസ്റ്റി അധികാരത്തിലേക്ക് വരുമ്പോൾ അമെൻമെന്റ് ഒന്നാമൻ വരികയാണ്. അമെൻമെന്റ് ഒന്നാമൻ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽക്കാണ് ഇതിനൊരു ക്ലാസിക്കൽ ഏജ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് അമെൻമാറ്റ് ഒന്നാമനും സൊൻസെറൈറ്റ് ഒന്നാമനും അമെൻമാറ്റ് ഒന്നാമനും സെനുസററ്റ് ഒന്നാമനും ഈ ഒരു കാലഘട്ടമൊക്കെയാണ് ഈ ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ അതിന്റെ പീക്കിലേക്ക് എത്തിച്ച കാലഘട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ വേരിയസ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ചരിത്രകാരന്മാർ ഇതിനെപ്പറ്റി പഠിച്ച് അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ അറിയുന്നതിലൂടെ. അപ്പം ഈ ഒരു കാലഘട്ടത്തിന് കൂടുതലുമായിട്ടും മിലിറ്ററി സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസുറേറ്റ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ 14ാമത്തെ രാജവംശമായപ്പോഴേക്കും മിലിറ്ററി എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാക്കുകയും അതുപോലെ തന്നെ ഈ രാജവംശത്തിന്റെ കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ വംശങ്ങൾ വേറെ ഉണ്ടായിരിക്കുമല്ലോ, സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. മെയിൻ രാജാവിന്റെ കീഴിൽ ഒരുപാട് സബ് ഡിവിഷൻ ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടായിരിക്കും. ഈ റീജിയൻസിലൊക്കെ ഓരോ ഗവർണർമാരും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരിക്കും. അവരൊക്കെയും മിലിറ്ററിനെ എന്താ പറയുക കൊണ്ടുവരികയും മിലിറ്ററി എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മിലിറ്ററിന് ആവശ്യം വരുമ്പോൾ ഫറോയ്ക്ക് കൊടുക്കുകയും മെയിൻ രാജാവിന് കൊടുക്കുകയെല്ലാം ചെയ്യുന്ന ഒരു രീതി ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും വന്നു. അതാണ് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി വന്നാൽ മിലിറ്ററി സഹായങ്ങൾ മറ്റ് ഗവർണർമാർ ചെയ്തു കൊടുത്തിരുന്നു. അപ്പം മിലിറ്ററി സ്ട്രക്ചറിന്റെ തന്നെ ഡെവലപ്മെന്റ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഇനി ഇതിലെ ഡിഫൻസ് അപ്പോൾ മിലിറ്ററി ഡിഫൻസിന്റെ വളർച്ച, ബൗണ്ടറീസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ 12ാമത്തെ വംശം മുതൽക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ മിഡിൽ കിങ്ഡത്തിൽ ക്ലാസിക്കൽ ഏജ് മുതൽക്കാണ് ഈ ഒരു വംശങ്ങൾ അവരുടെ ഒരു ലീനേജ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം എന്നൊരു ഇത് അവർക്ക് തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ 12ാമത്തെ ഡൈനാസ്റ്റി അധികാരത്തിൽ 12th ഡൈനാസ്റ്റി അധികാരത്തിൽ ഇരിക്കുമ്പോൾ രാജാക്കന്മാർ അത് ഫറവോമാർ സിറിയ, പലസ്തീൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ അവരുടെ ഇത് എംപയർ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അവിടെയൊക്കെ അവർ എക്സ്പെഡിഷൻസ് നടത്തുകയും എല്ലാം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളും അവിടെ പോയിട്ട് റെയ്ഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിഫൻസിന്റെ ഒരു വളർച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. മറ്റൊന്നാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഒരു വലിയൊരു വരൾച്ച അതിനുശേഷമാണ് ഈ ഒരു കാലഘട്ടം വരുന്നത്. പിന്നീട് അങ്ങോട്ടൊരു പ്രൊഡക്ഷൻ എന്തുമാത്രം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചിന്താഗതി ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ എക്സ്പാൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആർട്ട്, ലിറ്ററേച്ചർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടമായതുകൊണ്ടാണ് മിഡിൽ കിങ്ഡത്തിലെ 14ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 14ാമത്തെ വംശം എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഏജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ചാപ്പലിന്റെ ഒരു സ്ട്രക്ചറിങ്ങും ബിൽഡിങ്ങും ഒക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രധാനമായിട്ടുള്ള ലിറ്റററി വർക്ക്സ് ആണ് ദ ടെയിൽ ഓഫ് ദ ഷിപ്പ്റെക്ഡ് സെയിലർ. എന്താണ് ദ ടെയിൽ ഓഫ് ദി ഷിപ്പ്റെക്ഡ് സെയിലർ ഒരു വർക്കാണ്. മറ്റൊന്ന് ദ ടെയിൽ ഓഫ് സിനൂഹെ. ഈ വർക്കുകളൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഗ്ലോറിനെ ക്ലാസിക്കൽ ഏജ് ആക്കി കാണിക്കുന്ന ഗ്ലോറി ചെയ്യുന്നതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഈ കാലഘട്ടമായപ്പോഴേക്കും ഉണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് കിങ്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫറവോ എന്നത് ഹെറിഡിറ്ററി ആയിട്ട് മാറി. ഒരച്ഛൻ അയാളുടെ മകനിലേക്ക് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒന്നായിട്ട് അധികാരം മാറി. ഹെറിഡിറ്ററി ആയി കിങ് എന്ന് പറഞ്ഞ ഒരു സക്സസർ ഉണ്ടായിരിക്കും. അതൊരു ഹെറിഡിറ്ററി പ്രോസസ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡിൽ കിങ്ഡത്തോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞ ഈ ഒരു സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഒരു എൻഡിലേക്ക് എത്തി തുടങ്ങുന്നത് 12ാം നൂറ്റാണ്ടോട് കൂടി തന്നെ കഴിയുന്നതോടുകൂടെ അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 13ാമത്തെ വംശം മുതൽക്ക് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജാക്കന്മാരൊന്നും പിന്നീട് വന്നിട്ടില്ല, വംശങ്ങളൊന്നും പിന്നീട് വന്നിട്ടില്ല. എന്നാലും അതൊരു സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് എന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ അറിയുന്നത്. അപ്പോൾ മിഡിൽ കിങ്ഡം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡിന് തുടക്കം കുറിച്ചു. ഈ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് അതിനോടൊപ്പം തന്നെ ന്യൂ കിങ്ഡം വരിക. അപ്പോൾ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡും ന്യൂ കിങ്ഡം ഒന്ന് തന്നെയായിട്ടാണ് വരുന്നത്. അത് രണ്ടും ഒന്നാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. പല ഹിസ്റ്റോറിയൻസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് പീരീഡ് പോലെ ഒരു വരൾച്ചയുടെ ഒന്നും കാലഘട്ടമായിരുന്നില്ല. അതായത് ഒരു ഡാർക്ക് ഏജ് ആയിരുന്നില്ല സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ്. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് പീരീഡ് ഒരു ഡാർക്ക് സ്റ്റേജ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് അത്തരം ഒരു സ്റ്റേജ് ആയിരുന്നില്ല.
പല എഗ്രികൾച്ചറൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോങ് റൂളിംഗ് സെന്റർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ 12ാമത്തെ രാജവംശം അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഒരു സ്ട്രോങ് സെന്റർ ഇല്ലാത്തൊരവസ്ഥ വന്നു. 13ാമത്തെ മുതൽക്ക് അത്ര കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിൽ തന്നെ ഈജിപ്തിലെ തന്നെ ഒരു ഡിവിഷനൊക്കെ വരുന്നുണ്ട്. ഈജിപ്തിന്റെ അതുവരെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒരു ഒറ്റ സ്ട്രക്ചറിന്റെ കീഴിലായിരുന്നെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഇടയിൽ ഈജിപ്ഷ്യൻ കിങ്ഡത്തിന്റെ ഇടയിൽ ഡിവിഷൻ വരികയും കിങ്ഡം തന്നെ രണ്ടായിട്ട് ഭാഗിക്കപ്പെടുകയും ഒക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ ഹൈക്സോസും ന്യൂബിയൻസും രണ്ടായിട്ട് വരുന്നതിൽ ഒന്ന് ഹൈക്സോസ് ആണ്. ഹൈക്സോസ് നോർത്തിലും ന്യൂബിയൻസ് സൗത്തിലും അങ്ങനെയുള്ളൊരു റൂളിംഗ് ഡിവിഷൻ വരികയാണ്. എന്തൊക്കെയാണ്? ഹൈക്സോസും ന്യൂബിയൻസ് എന്ന് പറഞ്ഞ രണ്ടൊരു ഡിവിഷൻ ഈ ഒരു കാലഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തോട് കൂടി തന്നെ ഇന്റർമീഡിയറ്റ് പീരീഡ്, സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് പ്ലസ് ന്യൂ കിങ്ഡം. അപ്പോൾ ന്യൂ കിങ്ഡം എത്തുമ്പോൾ എന്താ പ്രത്യേകത? ഈജിപ്ഷ്യൻ എംപയർ എന്ന് പറയുന്നത് അല്ലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അണ്ടർ ഹൈക്സോസ് നോർത്തിലും ന്യൂബിയൻസ് സൗത്തിലുമായിട്ട് എന്ന രീതിയിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡാർക്ക് പീരീഡ് ഒന്നുമല്ല, പക്ഷെ എന്നാലും അത്ര ഒരു ഗ്ലോറിയസ് പീരീഡും അല്ലായിരുന്നു. അതൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ തന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു 18ാമത്തെ നൂറ്റാണ്ടായപ്പോൾ 18th ഡൈനാസ്റ്റി 18ാമത്തെ വംശമായപ്പോൾ ആ വന്നൊരു ഡൈനാസ്റ്റിയാണ് തൂത്മോസിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞത്. എന്താണ്? തൂത്മോസിഡ് ഡൈനാസ്റ്റി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വനിത, ഒരു സ്ത്രീ അധികാരത്തിലേക്ക് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. തൂത്മോസിഡ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്, 18th ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഒരു വനിത അധികാരത്തിലേക്ക് വരുന്നത്. ക്വീൻ ഹാറ്റ്ഷെപ്സുട്ട്. എന്താണ്? ക്വീൻ ഹാറ്റ്ഷെപ്സുട്ട് എന്ന് പറയുന്ന ഒരു വനിത അധികാരത്തിലേക്ക് വരികയാണ്. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ക്വീൻ ഹാറ്റ്ഷെപ്സുട്ടിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1479 മുതൽക്ക് 1458 BC വരെയാണ്. ക്വീൻ ഹാറ്റ്ഷെപ്സുട്ട് ഇവരുടെ കാലഘട്ടം. ഈ ആൻഷ്യന്റ് ഈജിപ്തിന്റെ ഒരു പക്ഷേ ഒരേ ഒരു വുമൺ ഫറവോ എന്ന് പറയുന്നത്, സ്ത്രീയായിട്ടുള്ള ഒരേ ഒരു ഫറവോ എന്ന് പറയുന്നത് ഇവരാണ്. ഈ ഹാറ്റ്ഷെപ്സുട്ടാണ് ഒരേ ഒരു സ്ത്രീ, ഒരു ഫറവോ ആയിട്ട്, വുമൺ ഫറവോ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു അല്ലേ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ രാജാക്കന്മാരെ പറയുന്ന പേരാണ് ഫറവോ എന്ന് പറഞ്ഞു. ഫറവോ എന്ന് പൊതുവെ അവർ പറയുന്ന ഒരു ടേമാണെന്ന് പറഞ്ഞു. പല അവരുടെ എന്താ പറയുക പിരമിഡിന്റെ വീതം നിന്നൊക്കെ ഫറവോ എന്നുള്ള പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഈ ഫറവോ എന്നുള്ള ടേം ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ന്യൂ കിങ്ഡത്തിന്റെ കാലഘട്ടം, ഈ 18th ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഫറവോ എന്നുള്ള ടേം ആദ്യമായിട്ട് ഈജിപ്തുകാർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫറവോ എന്നുള്ള ടേം ആദ്യമായിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈ 18th ഡൈനാസ്റ്റിയിൽ തൂത്മോസിഡ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ദ ടേം ഫറവോ വാസ് ഫസ്റ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു കാലഘട്ടം ന്യൂ കിങ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ 18ാമത്തെ കഴിഞ്ഞു 19ാം നൂറ്റാണ്ടിലാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂളറാണ് റമസസ് ഒന്നാമൻ. റമസസ് ഒന്നാമൻ രണ്ടാമന്റെ കാലഘട്ടം കഴിയുന്നതോട് കൂടിയിട്ടൊക്കെ തന്നെ 19ാം ഡൈനാസ്റ്റി 19ാമത്തെ വംശം അവസാനിക്കുന്നു. പിന്നെ വരുന്നത് 20ാമത്തെ വംശത്തിലും റംസസിന്റെ തന്നെ റമസസ് മൂന്നാമൻ മുതൽക്ക് റമസസ് 11ാമൻ വരെ ഭരിക്കുന്നുണ്ട്. ഒരു റംസസ് 11ാമന്റെ സമയം ആയപ്പോഴേക്കും തന്നെ ഈ ഒരു സിവിലൈസേഷൻ അതിന്റെ ഏറ്റവും താഴ്ചയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡിക്ലൈനിന്റെ തന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തി എന്ന് പറയാൻ പറ്റും. ആ ഒരു ഇതിലേക്ക് തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ റമസസ് 11ാമന്റെ കാലഘട്ടം ആയപ്പോഴേക്കും വന്നു. മിലിറ്ററി ഒക്കെ അതിന്റെ ഏറ്റവും പീക്കിലെത്തിയിട്ട് ഒരുപാട് എക്സ്പെഡിഷൻസ് മറ്റ് സിറിയ പലസ്തീൻ പോലെ സ്ഥലങ്ങളൊക്കെ കോൺക്വർ ചെയ്യാൻ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും 20ാമത്തെ രാജവംശം എന്ന് പറയുമ്പോഴേക്കും തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻവേഷൻസ് ഒക്കെ ഇവിടേക്ക് എത്തുകയും ഈ ഒരു സെന്റർ പതുക്കെ തകർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പൊ അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് റമസസ് രണ്ടാമന്റെ കാലഘട്ടമായപ്പോൾ, അതായത് 19ാമത്തെ വംശം, ഈ സിവിലൈസേഷനിൽ 19ാമത്തെ വംശമായിട്ടുള്ള റമസസ് രണ്ടാമന്റെ വംശം ഭരിക്കുമ്പോൾ തന്നെ എക്കണോമിക്കൽ സ്ട്രഗിൾസ് വന്നു തുടങ്ങി. സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, കണ്ടിന്യൂസ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വംശം രണ്ടായി പിരിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാനുള്ള അധികാരത്തിന് വേണ്ടിയുള്ള തല്ലുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു എക്കണോമിക്കൽ സ്ട്രഗിൾ ആയിട്ടും പിന്നീട് മാറി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റീസൺ ഒരു സെൻട്രൽ പവർ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പവർ, ഒരു കേന്ദ്രീകൃത ഭരണം എന്നുള്ളത് നശിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഭരണം പിന്നീട് അധികകാലം നിലനിന്നില്ല എന്ന് പറയാം. അപ്പോൾ 20ാമത്തെ ഭരണത്തോട് കൂടിയിട്ട് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡും കഴിഞ്ഞു, ന്യൂ കിങ്ഡം തുടങ്ങി. ആ ഒരു കാലഘട്ടം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു 20ഓളം വംശങ്ങളാണ് ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക്
ഈജിപ്തിലെ ഫറവോകളുടെ കാലഘട്ടത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു പ്രീ ഡൈനാസ്റ്റിക് പീരീഡിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ 4 ഫേസസ് വരുന്നുണ്ട്. ആ 4 ഫേസസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുപോയി. പിന്നെ ഒരു ഓൾഡ് കിങ്ഡത്തിനെ കുറിച്ച് പറഞ്ഞു. ആ കാലഘട്ടം എന്തുകൊണ്ടൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, പിരമിഡുകളുടെ കാലഘട്ടമാണ്, ഗിസ പിരമിഡ് പണിത കാലഘട്ടമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു ഇന്റർമീഡിയറ്റ് പീരീഡ് വരുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു ഇരുണ്ട യുഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്, ഡാർക്ക് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ മിഡിൽ കിങ്ഡം പറഞ്ഞു. മിഡിൽ കിങ്ഡം എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ ഏജ് ആണെന്ന് പറയാൻ കാരണം, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ക്ലാസിക്കൽ ഏജ് ആയിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡ് പ്ലസ് ന്യൂ കിങ്ഡം, അതോട് കൂടിയിട്ട് ഒരു 20ാമത്തെ രാജവംശത്തോട് കൂടിയിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ തകർച്ചയും സംഭവിക്കുകയാണ്. അപ്പൊ ഇത്രയും നീണ്ടു നിൽക്കുന്നതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.